ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും നിഷായിജു ബേക്സിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഫിഷ് ബേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ റെസിപ്പി ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സീബ്രീ മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വലിയ മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനെ നമുക്കൊരു മസാലയിൽ കോട്ട് ചെയ്യണം. അതിനുവേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഈ മസാലയൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് ഉണക്ക ഗാർലിക്കിൻ്റെയും ജിഞ്ചറിൻ്റെയും പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റും ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഈ മസാല ഈ മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് വരഞ്ഞു വെച്ചിരിക്കുന്ന ഈ മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഈ മീൻ നല്ല പുളിയും ഉപ്പെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആവുക. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മസാല റെഡിയാക്കാം. ഞാനിതിന് ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് സ്ലൈസ് ചെയ്ത് ഒന്നിനിട്ട് കൊടുത്തൊന്ന് വഴറ്റാം. പച്ചമണം ഒന്ന് മാറുന്നവരെ. പിന്നെ ഉപ്പുമിട്ട് നമുക്കൊന്ന് വഴറ്റി നന്നായിട്ട് എടുക്കാം. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പിന്നെ ഒരു പിടി കാഷ്യൂവും ഒരു പിടി ഉണക്കമുന്തിരിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റോയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് വഴറ്റി വെന്ത് കളയരുത്. പിന്നെ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ പൊടികളുടെയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി മസാല തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ടൊരു പാർച്ച്മെൻറ്റ് പേപ്പറിലേക്ക് നമുക്ക് മസാല സ്പ്രെഡ് ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ച ലെമനും കൂടെ വെച്ചിട്ട് മീനിൻ്റെ അകത്തും പുറത്തും എല്ലാം മസാല നന്നായിട്ടൊന്ന് വെച്ച് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. അപ്പം മസാലയുടെ ക്വാണ്ടിറ്റിയും എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ വെച്ച് കൊടുക്കുക. എനിക്ക് ഇഷ്ടമാണ് ഒത്തിരി മസാല, അതുകൊണ്ട് ഞാൻ കുറച്ചേറെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പ്രകാരം നിങ്ങൾ ചെയ്യുക. അതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെമൺ ആണെങ്കിലും മീനിൻ്റെ 2 വശത്തും വെച്ച് കൊടുക്കാം. ഞാൻ ഇന്നിവിടെ ഒരു വശത്തെ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇത് 1 മണിക്കൂറെങ്കിലും മിനിമം ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ മീനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അങ്ങനെ 2 വശവും അരമണിക്കൂർ വെച്ചാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം മീൻ ഇവിടെ തണുത്തിട്ടുണ്ട്. ഞാനൊന്ന് മുറിച്ച് നോക്കട്ടെ. മീൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ മസാലയൊക്കെ നന്നായിട്ട് ബേക്കായി നിങ്ങൾക്ക് കാണാമല്ലോ. അതിൻ്റെ ഓയിലെല്ലാം ഇതിൽ നിന്ന് ഇറങ്ങി നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഇത് കഴിക്കുന്നത് ഈ മീനും ഇതിലെ മസാലയും കൂടെ കൂട്ടി ഒരുമിച്ചാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബേക്കാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി അടുത്ത വലിയ മീൻ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ്. അതുപോലെ എൻ്റെ എല്ലാ വീഡിയോകളും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ബൈ.